ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മുത്തുമണി പായസമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഈ ഒരു പായസം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി, അതേപോലെ നമ്മളെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ നമ്മൾ സാബുനരി എന്നൊക്കെ പറയും, ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നല്ല മുത്തുമണി പോലെ കണ്ടോ, നല്ല മുത്തുമണി പായസം എന്ന് പറയാൻ കാരണം ഇതിൽ നല്ല മുത്തുമണി പോലെ ഈ ഒരു ചവ്വരി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചവ്വരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ ഇട്ടതിനും കാട്ടിയും കുറച്ചും കൂടെ ഒന്ന് ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതാ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അതുപോലെ ഒന്ന് പൊട്ടിപ്പോകുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതൊരു പുതർത്തി എടുക്കേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പായസമാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഈ ഒരു ഇത് മാത്രമായിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ടുള്ള ഈ ഒരു ചവ്വരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു കപ്പല്ല, 1/2 കപ്പാണ് നമ്മുടെ ഈ ഒരു ചവ്വരി എടുത്തിട്ടുള്ളത്. 1 കപ്പിൻ്റെ അളവ് പാത്രമല്ല, 1/2 കപ്പിലാണ് കേട്ടോ. നമ്മൾ 1/2 കപ്പിൽ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സാബുനരിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കും, പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പോലെ എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. നല്ലൊരു കണ്ണാടി ചില്ല് പോലെയൊക്കെ ഒന്ന് പറയില്ലേ, അതേപോലെ കിട്ടണം കേട്ടോ നമുക്ക് ഈ ഒരു മുത്തുമണികളൊക്കെ. അപ്പോൾ ഇത് ഈ ഒരു പായസത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ലൊരു കാണാനും നല്ലൊരു ചൊറുക്കാണ് കേട്ടോ. കാരണം ഇത് നല്ലൊരു മുത്തുമണി പോലെ കിടക്കും നമ്മുടെ പായസത്തിൽ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ നല്ലൊരു കണ്ണാടി ചില്ല് പോലെ ആയിട്ട് വരും നമ്മുടെ ഈ ഒരു മുത്തുമണികളൊക്കെ കേട്ടോ. ആ ഒരു സമയം വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ കുക്കറിൽ വേവിച്ചെടുക്കുന്നവരും ഉണ്ട്. കുക്കറിൽ വേവിച്ചെടുത്താൽ ഇതിന് ഒരു പശ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ കുക്കറിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ പശ പോലെ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ നല്ലത്. അപ്പോൾ അത് നമ്മുടെ മുത്തുമണികളൊക്കെ നല്ലൊരു കണ്ണാടിച്ചില്ല് പോലെ നല്ലൊരു അടിപൊളിയായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പാലൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പാലും ഇതും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കിതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പാലും നമ്മുടെ ഈ ഒരു
കൂട്ടൊക്കെ തമ്മിൽ നല്ല പോലെ ഒന്ന് മിക്സായി നല്ലൊരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം വീഡിയോയിൽ കുറച്ചൊരു കളർ ചേഞ്ച് ആയില്ലേ, കാരണം അതിൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെ കളറൊന്ന് മാറിപ്പോയതാട്ടോ. ഇതിൽ 3 കളറുണ്ട്, അപ്പോൾ ആ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണേ. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വൈറ്റ് കളറിലുള്ള പായസമാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു ചെറിയൊരു യെല്ലോ കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, മഞ്ഞൾപ്പൊടിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിൽ വരില്ല. ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. 1 കപ്പല്ല, 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു പായസത്തിൻ്റെ തിക്നെസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറുക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് നന്നായിട്ട് കുറുകി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ പായസം തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നമുക്കിത് അത്യാവശ്യം കുടിക്കാനുള്ളൊരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ചവ്വരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടി. ഇനിയിപ്പോൾ ഇത് നമ്മൾ പായസമൊക്കെ റെഡിയാക്കി കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ആ ഒരു ഏത് കട്ടിയിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. കണ്ടോ, പഞ്ചസാര ചേർത്തപ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്നും കൂടെ ഒന്ന് തിക്നെസ്സിലൊന്ന് എടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്കായ് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായിൻ്റെ പൊടിയാണെങ്കിലും മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് സമയം കൂടെ ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും, കാരണം ഈ ഒരു ചവ്വരി നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. അതും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബാദം ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ അണ്ടിപ്പരിപ്പ് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നെയ്യിൽ വറവിട്ടെടുത്തിട്ട് നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നമ്മുടെ പായസത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുത്തുമണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു പുഡിങ്ങൊക്കെ കഴിക്കണ ഒരു ഫീലിംഗ് ആണ് കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കണ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനങ്ങനെ കഴിക്കാം. ഞങ്ങളിത് കുറച്ച് ചൂടോടൊക്കെ കഴിച്ചു, പിന്നെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു മാതിരി നല്ലൊരു കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വറവിട്ട് ഒഴിച്ചതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തുമണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് ആർക്കെങ്കിലും സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരു വെറൈറ്റി ആയിട്ടൊരു പായസം ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നമ്മുടെ പായസത്തിൻ്റെ രീതിയിലും അതേപോലെ പുഡിങ്ങായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പായസമാണ് കേട്ടോ. കണ്ടോ, നല്ല മുത്തുമണി ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ നല്ല മുത്തുമണി വീഴുന്ന പോലെ കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ നല്ല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതേപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് കൊടുത്താലും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. കണ്ടോ, ഇത് തണുപ്പിച്ചെടുത്തപ്പോഴുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ.
അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു